അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുർആൻ പാരായണം കേൾക്കുകയും പാരായണം ചെയ്യുകയും അതുപോലെ അർത്ഥം നോക്കുകയും വാക്കുകളുടെ അർത്ഥം നോക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായൊരു ഓപ്ഷൻ ജമീൽ ആപ്പിലുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ZAMEEL എന്ന് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങൾ ആൾറെഡി ആപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ ഫീച്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഖുർആൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഹോം പേജിൽ തന്നെ ജമീലിൻ്റെ അകത്ത് കിട്ടും. ഖുർആൻ്റെ ഒരു ചിഹ്നം അവിടെ ഉണ്ട്. ഖുർആൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഓരോ സൂറത്തുകളായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ജുസുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, മുകളിലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സൂറത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൂറത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് രൂപത്തിൽ കാണാം. ഒന്ന് നമുക്ക് മുസഫ് രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷന് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ വലതുവശത്തുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ രൂപത്തിലും കാണാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് അർത്ഥസഹിതം കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ സൂറത്തിൻ്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈൻ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ വാക്കർത്ഥം കാണാൻ പറ്റും എന്നുള്ള അതിന് പ്രത്യേകത. ഓക്കെ, ഓരോ ബിസ്മി നാമത്തിൽ അള്ളാഹു, അള്ളാഹുവിൻ്റെ അർ-റഹ്മാൻ പരമകാരുണികൻ, അർ-റഹീം കരുണാനിധി, ഇങ്ങനെ അള്ളാഹുവിൻ്റെ പിന്നെ എന്താ പറയുക, ഓരോ വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈൻ മീനിങ്ങും താഴെയുണ്ട്. അപ്പോൾ നമുക്കത് സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഇനി നമുക്കൊരു പ്രത്യേക ആയത്തെ നമുക്ക് ഓഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ആയത്ത് മാത്രം അവിടെ പ്ലേ ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ആയത്ത് ഇവിടുന്ന് കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്, ഷെയർ ബട്ടൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ആയത്ത് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇനി അതുപോലെ ഇതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആ ഒരു സുഹൃത്ത് നമുക്ക് പിന്നെ നോക്കി വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കേൾക്കേണ്ട ഇതാണെങ്കിൽ നമുക്കവിടെ ഓരോ സുഹൃത്തിൻ്റെ മുകളിൽ തന്നെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഒരു ത്രികോണ ചിഹ്നം ഉണ്ട്, അവിടെ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ സുഹൃത്ത് ഓതും. ഇനി ഓത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത കാരികളുടെ ഓത്തുകൾ ഇതിൻ്റെ അകത്ത് ലഭ്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത്, അപ്പം കാരികളെ മാറ്റണമെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ഓത്ത് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ കോർണറിലായിട്ട് ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാരികൾ നമുക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കാരികൾ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. ഓഡിയോ ഡൗൺലോഡ്സ് ആൻഡ് റിസൈറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം കാര്യങ്ങൾ ഓരോരുത്തർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെലക്ട് ആവും. പിന്നെ നമുക്ക് ചില സമയത്ത് നെറ്റൊക്കെ ഇല്ലാത്തൊരു വിഷയം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആവശ്യമുള്ള സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് എടുക്കാം. വേണമെങ്കിൽ ഡൗൺലോഡ് ആളെന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ഒരു പാരായണം ചെയ്യുന്ന പിന്നെ വ്യക്തിയുടെ എന്ത് ചെയ്യാം, എല്ലാ ഓഡിയോസ് ഫുള്ള് ഡൗൺലോഡായി നമ്മൾ ഫോണിൽ എടുത്ത് വെക്കും. അങ്ങനെയാണ് നമുക്ക് ആകെ നെറ്റില്ലാത്തൊരു സമയത്ത് സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനും അതിൻ്റെ അകത്തുണ്ട്. ഇനി അതല്ലെങ്കിൽ ഓരോ സുഹൃത്തുക്കൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഓരോന്നിൻ്റെയും സൈഡിൽ നമുക്കൊരു ഡൗൺലോഡ് താഴേക്കുള്ളൊരു ആരോ ബട്ടൺ കാണാം. അപ്പോൾ അൽ-ഫാത്തിഹ ഒന്ന്, അവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, ഒരു താഴേക്കുള്ള ആരോ ഉണ്ട് വലതുവശത്തായിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് വെക്കാം. വ്യത്യസ്ത കാര്യങ്ങളുടെ പാരായണമെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം, ഓതാം. ഇനി അതുപോലെ നമുക്ക് മുസാഫ് രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപത്തിൽ കിട്ടും. ഇനി മുകളിലൊരു ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അർത്ഥ ചെയ്തുള്ളതും കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു സമയത്ത് സാഹചര്യം ആവശ്യമുള്ളത് അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഖുർആൻ എന്നുള്ളൊരു ഫീച്ചർ ജമീലിൻ്റെ അകത്തുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിൽ വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. പീസ് റേഡിയോ ജമീൽ ടീമിനെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.